എന്തുകൊണ്ട് മോണ്ടിസോറി എന്ന ചോദ്യത്തിന് ടീച്ചർ എന്തായിരിക്കും മറുപടി പറയും? മിസ്സേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര കരിയർ ഗ്യാപ്പിന് ശേഷമാണ് ഒരു കോഴ്സ് ഇതുപോലെ പഠിക്കുന്നത്. കംപ്ലീറ്റ്ലി അരക്ക് കീഴ്പോട്ട് ആള് അങ്ങനെ കിടപ്പായിപ്പോയി, ആൾക്ക് അങ്ങനെ പാരലൈസ്ഡ് ആയിപ്പോയി. കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് എക്സാം എഴുതാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം സാറേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം. അതിൽ അവർ പറയണ ഒരു ബാച്ചിൽ ഒരു 2 കുട്ടിയെങ്കിലും മിനിമം പറയാറുണ്ട്, മിസ്സേ എൻ്റെ മോളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. സ്വപ്നത്തിന് പ്രായപരിധിയില്ല. നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ടതെങ്കിൽ ഇനിയും നിങ്ങൾ വൈകിയിട്ടില്ല. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിന്നും തുങ്കമാം വാനും ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാനം ഇന്നിതാ ചിരിക്കുന്നു പാലുളി ചിതറുന്നു. അങ്ങനെ തുടങ്ങി ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥ, പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ മനോഹരമായ ആ കാവ്യശകൽ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലെ ആ മനോഹരമായ കാവ്യശകലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എൻ്റെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയും അധ്യാപക വിദ്യാലയ വിദ്യാർത്ഥി സങ്കല്പങ്ങൾ. ഇതിന് മോടികൂട്ടുന്ന രീതിയിൽ കാലക്രമത്തിൽ പല പല കാര്യങ്ങളും സാങ്കേതിക കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കലുകളായി വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒതുങ്ങിക്കിടക്കുന്ന അധ്യാപക സങ്കല്പങ്ങൾ പുതിയ വിഹായസിലേക്ക്, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തീരുന്നതോടുകൂടി വിദ്യാഭ്യാസം എന്നത് കൂടുതൽ രസകരമായി തീർന്നിരിക്കുന്നു. പ്രകൃതിയിലെ അധ്യാപകനെയും അധ്യാപികയെയും കണ്ടുപഠിക്കാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവസരമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യാപന വീഥികളിൽ പുതിയ ചുവടുവയ്പ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും പുതിയ പുതിയ മൂല്യസങ്കല്പങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അധ്യാപന വൃത്തിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ നിങ്ങളെ പഠിപ്പിച്ചത് LKG-യിലാകട്ടെ, 10ാം ക്ലാസ്സിലാകട്ടെ, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിനാകട്ടെ, നാളെ ഒരു കാലത്ത് നിങ്ങൾ ജില്ലാ കളക്ടർ ആവുകയോ പ്രധാനമന്ത്രിയാവുകയോ മുഖ്യമന്ത്രിയോ ആയി തീർന്നാൽ പോലും ആ അധ്യാപകനെ നിങ്ങൾ ഒരു വഴിവക്കിൽ വെച്ച് കണ്ടാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് സാർ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും. ഈ ലോകത്ത് തന്നെ വേറെ ഒരു ജീവിതവൃത്തിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു മഹത്വമാണ് അധ്യാപകനുള്ളത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാളെ രാഷ്ട്രപതി നിങ്ങളെ കാണുമ്പോഴും അദ്ദേഹവും അഭിസംബോധന ചെയ്യുന്നത് സർ അല്ലെങ്കിൽ ടീച്ചർ എന്ന വിളിപ്പേരോടുകൂടിയായിരിക്കും. അധ്യാപനത്തിന്റെ പ്രാധാന്യം അങ്ങനെ പലതരത്തിലേക്കും ഉയർന്നു പോവുകയാണ്. അധ്യാപനത്തിന്റെ സാധ്യതയും അതുപോലെ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപനത്തിന്റെ നൂതന സങ്കേതങ്ങളെക്കുറിച്ച്, നൂതന സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു. ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ആരംഭിക്കുകയും ഫ്രോബലിന്റെയും മോണ്ടിസോറിയുടെയും ഒക്കെ പഠനങ്ങളുടെ ബാക്കി പത്രമായി ഇന്ന് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപക വൃത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അധ്യാപന സങ്കല്പം എൻട്രി എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എൻട്രിയിൽ എങ്ങനെയാണ് പുതിയ അധ്യാപന സങ്കല്പങ്ങൾ സ്ഫുരിക്കുന്നത് എന്നുള്ളത് വിശകലനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എൻട്രി എന്ന വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന, വിദ്യാർത്ഥികളുടെ ഉറ്റ സുഹൃത്തായ, ഇപ്പോൾ അധ്യാപകരുടെയും ഉറ്റ സുഹൃത്തായിക്കൊണ്ടിരിക്കുന്ന എൻട്രി ലേണിംഗ് ആപ്പ് മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ് എപ്രകാരമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് മോണ്ടിസോറി എന്ന ചോദ്യത്തിന് ടീച്ചർ എന്തായിരിക്കും മറുപടി പറയുക? മോണ്ടിസോറി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പലർക്കും ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് മോണ്ടിസോറി ഒന്ന് പരിശോധിക്കാം. മോണ്ടിസോറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ദാൻ നോർമൽ സ്കൂൾസ് എന്ന് പറയാൻ സാധിക്കും. നോർമൽ സ്കൂളിനെ അപേക്ഷിച്ച് മോണ്ടിസോറിയിൽ കുട്ടികൾ പഠിക്കുന്നത് ടീച്ചിങ് ബൈ ഡൂയിങ് എന്നുള്ള രീതിയിലാണ്. കുട്ടികൾ ചെയ്ത് പഠിക്കുക, ഓരോ കാര്യങ്ങളും കുട്ടികൾ തന്നെ ചെയ്ത് പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾ അവരുടെ 5 സെൻസ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അവരുടെ 5 സെൻസ് ഉപയോഗിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ വേഗത്തിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുകയും
അവർ ശരിയായിട്ടുള്ള ഒരു പഠന പാതയിൽ എത്തുകയും ചെയ്യുന്നു. മോണ്ടിസറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ്. കംപ്ലീറ്റ്ലി ഇതൊരു ചൈൽഡ് സെൻട്രിക് അപ്രോച്ച് ആണെന്ന് പറയാൻ സാധിക്കും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മ എന്ന നിലയിൽ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു തൊഴിലിൽ എത്തിപ്പെടാം എന്നുള്ളതിന് അടിസ്ഥാനം ഇട്ടുകൊണ്ടുള്ള ഒരു ഉത്തരമാണ് എൻട്രി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ മോണ്ടിസറി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മന്താണ്. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ആർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. 24/7 മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കൂടി, റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, ഡയറക്റ്റ് ലാബിൽ നിന്ന് ലഭിക്കുന്ന മെറ്റീരിയൽ പ്രസൻറ്റേഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എക്സാം കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 മന്താണെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം ഉണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അടുത്ത അക്കാദമിക് ഇയറിൽ നിങ്ങൾക്കും പ്ലേസ്മെൻറ്റ് നേടാം. 6 മാസം കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അടുത്തൊരു ജൂൺ ജൂലൈ ആകുമ്പോഴത്തേനും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കൂടെ തന്നെ നിങ്ങൾക്കും കൈപിടിച്ച് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ നിങ്ങളുടെ അധ്യാപന ജീവിതം ആരംഭിക്കാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എൻട്രിയിലൂടെ ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പം 450 പ്ലേസ്മെൻറ്റ് നേടിയ കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻട്രിയിലൂടെ പഠിച്ച് പ്ലേസ്മെൻറ്റ് നേടിയ ഇവർ നിങ്ങൾക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻട്രി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മിഷൻ 2025 എന്ന് പറയുന്ന ഒരു ചെറിയൊരു പദ്ധതിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അടുത്ത അക്കാദമിക് ഇയറിൽ, അതായത് ജൂൺ മാസത്തിൽ ഈ 450 എന്നുള്ളത് നമുക്ക് 1000 പ്ലേസ്മെൻ്റ് ആക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മിഷൻ 2025 എൻട്രി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം കറക്റ്റ് സമയമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കും ജോലിയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ കരിയർ ജീവിതം അവിടെ നിന്ന് നിങ്ങൾക്ക് കരുപച്ച പിടിപ്പിക്കാം എന്നുള്ളതാണ്. സാർ ഇപ്പം 450 പ്ലേസ്മെൻ്റ് ആയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പ്ലേസ്മെൻറ്റ് ജേണി എങ്ങനെ നമുക്കൊരു 1000 നമുക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എന്താണ് എൻട്രി അവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ എൻട്രിയുടെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം 400, നേരത്തെ സിവിന മിസ് സൂചിപ്പിച്ചതുപോലെ 450-ലധികം പ്ലേസ്മെൻറ്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും GCC കൺട്രീസ് ഉൾപ്പെടെ നമുക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ജേണി യഥാർത്ഥത്തിൽ 2022 മുതലാണ് നമ്മൾ എൻട്രിയിൽ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത്. കോഴ്സ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു കോഴ്സ് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്നു, വലിയൊരു ഗ്യാപ്പ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീട്ടമ്മമാർ അവർ തീരെ പ്രൊഡക്റ്റീവ് അല്ലാതെ വീട്ടിൽ ഒരുപാട് സമയം അവർ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. മറിച്ച് വലിയൊരു മാർക്കറ്റ്, അതായത് സ്കൂളുകളിലും അതുപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂളുകളിലും മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ ധാരാളം വേക്കൻസീസ് നമുക്ക് കാണാനും സാധിക്കും. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത്, ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ എൻട്രി മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സുമായിട്ട് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ കരിയറിൽ വലിയ ഗ്യാപ്പ് എടുത്തിട്ടുള്ള, പഠനത്തിൽ വലിയ ഗ്യാപ്പ് എടുത്തിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ച് യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. 2022 നമ്മൾ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 മാസത്തിന് ശേഷം തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളെ, നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിൽക്കുന്നത് 450-ലധികം പ്ലേസ്മെൻ്റാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മെയ്യിലെ ഒരു ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 150-ലധികം ആളുകൾ കഴിഞ്ഞ മെയ്യിൽ മാത്രം
നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ജൂലൈയിലും അതുപോലെ തന്നെ 100-ലധികം കുട്ടികൾ നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളിവിടെ ഓൾറെഡി നമുക്ക് നിരവധിയായിട്ടുള്ള വേക്കൻസീസ് ഉണ്ട്. ഓരോ സ്കൂളിലും അവരുടെ ടീച്ചിങ് സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അധ്യാപകരെ അല്ലെങ്കിൽ അവിടുത്തെ പഠന രീതിക്കനുസരിച്ചുള്ള അധ്യാപകരെ അവർക്ക് ആവശ്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കോഴ്സിലൂടെ അവർക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ റിക്വയർമെൻറ്റ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ അലൈൻഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് എൻട്രിയിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത്രയും അധികം വേക്കൻസീസ് നമുക്ക് അല്ലെങ്കിൽ ഇത്രയും അധികം പ്ലേസ്മെൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. ധാരാളമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ, അതുപോലെ തന്നെ വൈവേ സെഷൻസുകൾ, മോക്ക് ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ടീച്ചിങ് ഒരു സ്കൂളിൽ ചെന്നാൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് റെസ്യൂമെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ അറിവ് നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള വലിയൊരു സപ്പോർട്ട് നമ്മൾ യഥാർത്ഥത്തിൽ എൻട്രിയുടെ കീഴിലുള്ള പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ കീഴിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയൊരു നമ്പറിലേക്ക് ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് 10th കഴിഞ്ഞാൽ പ്ലേസ്ഡ് ആവുമോ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ 12th കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത് 10th കഴിഞ്ഞ ആളുകൾ നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, 12th കഴിഞ്ഞ ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞ ആളുകളും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യുന്നത് അവരുടെ സ്കില്ലാണ്. ആർക്കാണോ സ്കില്ലുള്ളത് ഒരു സ്കൂളിൽ അവരുടെ റിക്വയർമെൻറ്റ്, ഇപ്പം ടൈം കിഡ്സ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ അവരുടെ റിക്വയർമെൻറ്റ് അവർക്ക് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫുൾഫിൽ ചെയ്യുന്ന ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് അവരുടെ മുന്നിൽ വരുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും സ്കില്ലുള്ള ടീച്ചേഴ്സിനെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് അവരുടെ സ്കില്ലാണ്. എൻട്രി ഇവിടെ കൊടുക്കുന്നത് അവരുടെ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ എൻട്രി ആപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വലിയൊരു പ്ലേസ്മെൻറ്റ് നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത്. ഇനി മുതൽ വരാൻ പോകുന്ന ബാച്ചുകളിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ബാച്ചിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി മുതൽ നമുക്ക് ഒരുപാട് റിക്വയർമെൻറ്റുകൾ വ്യത്യസ്ത സ്കൂളുകളിൽ ഹയറിംഗ് പോസ്റ്റേഴ്സ് ആയിട്ടും ഓപ്പണിങ്സും ഒക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അതിനു വേണ്ടി സജ്ജരാക്കുക എന്നുള്ളൊരു വർക്കാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മെൻറ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഉദ്യമത്തിലാണ് നമ്മൾ തുടക്കമിടുന്നത്. 1000-ലധികം പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം ഈ ഒരു അക്കാഡമിക് ഇയറിൽ തീർച്ചയായും നമ്മൾ നേടും എന്നാണ് വിചാരിക്കുന്നത്. 1000-ലധികം പ്ലേസ്മെൻറ്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടക്കുന്നത് അബ്രോഡിലാണ്, അല്ലെങ്കിൽ GCC കൺട്രീസിലാണ്. നമുക്ക് മസ്കറ്റിലും അതുപോലെ തന്നെ ദുബായിലും അബുദാബിയിലും സൗദിയിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇത് ആഗസ്റ്റ് മന്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെയ് മാസത്തിലും ജൂലൈയിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്ഡ് സ്റ്റുഡൻസ് ഉള്ളത് കേരളത്തിലാണ്. അതുപോലെ തന്നെ മറ്റു മാസങ്ങളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ നമുക്കുണ്ട്. ഇതൊക്കെ കേരളത്തിൽ തന്നെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പ്ലേസ്ഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലേസ്മെൻറ്റിലെ അല്ലെങ്കിൽ ജോലിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലവിലുള്ള മാർക്കറ്റിൽ അലൈൻഡ് ആയിട്ടുള്ള കോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു നമ്പറിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സാറേ, ആസ് എ ടീച്ചർ എന്ന നിലയിൽ ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുട്ടികൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മിസ്സേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര കരിയർ ഗ്യാപ്പിന് ശേഷമാണ് ഒരു കോഴ്സ് ഇതുപോലെ പഠിക്കുന്നത്, എനിക്ക് 50 വയസ്സുണ്ട് മിസ്സേ, ഞാൻ എങ്ങനെ ഈ ഒരു പഠനം പൂർത്തിയാക്കും എന്ന് ചോദിക്കുന്ന കുട്ടികളുടെ എണ്ണം ചെറുതൊന്നുമല്ല. പക്ഷേ നമ്മൾ കുട്ടികളോട് പരമാവധി നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുകയും അവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവിധത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങളിലൂടെ അല്ലാതെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ നേടിയെടുക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് പോലും അവരുടെ ക്ലാസ് കണ്ടിട്ട് ആ ടീച്ചർ ക്വാളിഫൈഡ് ആണെന്ന് മനസ്സിലാക്കി പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്, പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ അവർ ഈ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ അവർ ജോലി നേടുന്ന ഒരു പ്രവണത ഈ സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. എൻട്രിയിലൂടെ അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജേർണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്.
സിവിന മിസ് നമ്മുടെ മെൻറ്ററാണ്. കുട്ടികളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആളാണ്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും ഇവിടെ മിസ്സിന്. സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് പ്രീ സ്കൂൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അവരുടെ സ്വപ്ന ജോലിയായിട്ടുള്ള അധ്യാപനം എന്ന് പറയുന്നൊരു സ്വപ്ന ജോലിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ വലിയ കരിയർ ഗ്യാപ്പ് എടുത്ത് വന്നിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ മിസ്? തീർച്ചയായും സാർ. ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുട്ടികൾ ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മിസ്സേ ഞങ്ങൾക്ക് ജോലി കിട്ടുമോ, ഇത് ഞങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സാണോ എന്നൊക്കെ പല രീതിയിൽ കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പരമാവധി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെ നമ്മൾ ആത്മവിശ്വാസം കൊടുക്കാറുണ്ട്, അവരത് കംപ്ലീറ്റ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എക്സാക്ട്ലി ഈ ഒരു കോഴ്സ് കഴിയുന്നതിന് മുന്നേ അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ്. ഭൂരിഭാഗം സ്റ്റുഡൻസും ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അവരുടെ ഒരു വേ ഓഫ് ടീച്ചിങ് കണ്ടിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പം എക്സാമിന് മുന്നേ തന്നെ ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന കാര്യം ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഏതൊരു കോഴ്സും ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് ഒരു ഇൻ്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മോണ്ടിസോറി കോഴ്സ് അവിടെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മളുടെ സ്കില്ലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകാം, ക്ലാസ് എടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. അതിന് ഈ പറയുന്ന സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ ഒന്നല്ല മാനദണ്ഡം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കില്ലാണ്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ടാസ്കുകൾ, ആക്ടിവിറ്റീസ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ഈ കുട്ടികൾ എങ്ങനെ നല്ലൊരു ടീച്ചറാകാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ളത് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അവരത് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പം ഞാനൊരു 1-2 സ്റ്റുഡൻസിൻ്റെ അനുഭവം പറഞ്ഞോട്ടെ സാർ. കഴിഞ്ഞ ഒരു വർഷം ഈ പറഞ്ഞ പോലെ എൻ്റെ ബാച്ചിൽ ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആൾ കോഴ്സ് ഒരു 2 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. കംപ്ലീറ്റ്ലി അരക്ക് കീഴ്പോട്ട് ആൾ അങ്ങനെ കിടപ്പായിപ്പോയി, ആൾക്ക് അങ്ങനെ പാരലൈസ്ഡ് ആയിപ്പോയി. അപ്പോഴും ഈ കുട്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് എക്സാം എഴുതാം, പഠിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ബുക്ക് വായിച്ച് പഠിച്ചോളൂ, നമുക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞ് ആ ഒരു മോട്ടിവേഷനിൽ ആ കുട്ടി ഇൻസ്പയർഡ് ആയിട്ട് എക്സാം കിടന്നുകൊണ്ട് അറ്റൻഡ് ചെയ്തു. ആളിപ്പോൾ ഒരുവിധം ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് സ്കൂളിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്നത് പോലെയാണ്. കിടപ്പിലായ ഒരാൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകാനുള്ള ഒരു സാധ്യത വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവർ, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു സാറേ, കോൺവക്കേഷൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് മേടിച്ചു, ഇപ്പോൾ ടീച്ചറായിട്ട് അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സക്സസ്ഫുൾ സ്റ്റോറീസൊക്കെ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. മടിഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ അമ്മമാരെന്ന് പറയുന്നത്, വീട്ടമ്മമാരെന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങളാണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളുടെ ആദ്യത്തെ ടീച്ചർ നിങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു കുട്ടികളെ നിങ്ങളുടെ കൈകളിലെടുത്ത് പഠിപ്പിച്ചുകൂടാ? അവരിലൂടെ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ആദ്യത്തെ ഒരു ബിഗിനിങ് അല്ലേ, ഒരു ബിഗിനിങ് സ്റ്റെപ്പ് സ്റ്റോൺ നിങ്ങളിലൂടെ ആയിക്കൂടാ എന്നുള്ളതാണ് നമുക്കിവിടെ അത് റെലവൻ്റായിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പം മടിഞ്ഞിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ മടിഞ്ഞിരിക്കാണ്ട് വേഗം ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. നിങ്ങളുടെ അധ്യാപന ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു കരിയർ സ്പേസ് കണ്ടുപിടിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിതിൽ ആഡ് ചെയ്തിട്ട് വേറൊരു സംഗതി പറയാനുള്ളത്, നമ്മളിപ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പ്ലേസ്ഡായി, 450-ലധികം ആളുകൾ പ്ലേസ്ഡായി എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകൾക്ക് സ്വന്തമായിട്ട് എൻ്റർപ്രനർഷിപ്പ് എന്ന് പറയുന്നതിലൊരു വലിയൊരു സാധ്യത കൂടി മോണ്ടിസോറിയിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ തന്നെ കുട്ടികൾ ഏകദേശം 5-6 ആളുകൾ സ്വന്തമായിട്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെറിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ ഒരു കുട്ടി, അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റർപ്രനർഷിപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും മറ്റുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റുള്ള ആളുകൾക്ക്
ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കൂടി നമ്മുടെ ഈ ഒരു കോഴ്സ് മൂലം പല വിദ്യാർത്ഥികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്വന്തമായിട്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലുള്ളൊരു സപ്പോർട്ട് കൂടി നമ്മൾ എൻട്രിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം എന്ത് കൺസൾട്ടേഷനും എങ്ങനെയാണ് ഒരു പ്രീ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിനടുത്തുള്ള പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയാണ് സമ്മതപത്രം നേടിയെടുക്കേണ്ടത്, എങ്ങനെയാണ് ഗവൺമെൻറ് ഫോർമാലിറ്റീസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യേണ്ടത്, അവിടെ എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വളരെ ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തെല്ലാമാണ് നിർബന്ധമായിട്ടും വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു കൺസൾട്ടേഷൻ കൂടി നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സ്കൂൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള സംഗതികൾ കൂടി നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എൻ്റർപ്രനർഷിപ്പ് എന്ന് പറയുന്ന ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ അവസരമോ ഒക്കെ നോക്കി നിൽക്കുകയായിരിക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കോഴ്സിലേക്കോ ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടോ ഒക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു സാധ്യത യഥാർത്ഥത്തിൽ ഈ മോണ്ടിസോറി കോഴ്സ് കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം സ്വന്തമായിട്ട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, സ്വന്തമായിട്ട് എൻ്റർപ്രനർഷിപ്പിൻ്റെ ഒരു സ്കില്ലുള്ള ആളുകൾക്ക് അതിലേക്ക് എത്തുക എന്നുള്ളത്, 1, 2, 3 സ്കൂളുകൾ മാനേജ് ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തുടങ്ങുകയും അതൊരു വലിയ എന്താ പറയുക ഒരു വരുമാന മാർഗമൊക്കെ ആക്കി മാറ്റുകയും ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായിട്ടൊരു അധ്യാപകൻ മാറുക എന്നൊക്കെ പറയുന്നത് മഹത്തരമായിട്ടുള്ളൊരു സംഗതിയാണ്. നല്ലൊരു സ്കൂള്, നല്ലൊരു അന്തരീക്ഷമൊക്കെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ചാരിതാർത്ഥ്യവും അല്ലെങ്കിൽ വലിയ സന്തോഷമൊക്കെ നൽകുന്ന സംഗതിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും നമ്മുടെ ശ്രീനിധി സാർ അടുത്തേക്ക് പോവാണ്. അധ്യാപനം എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അധ്യാപനം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നതിന്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ അധ്യാപനം സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം. 90% കുട്ടികളും പറയുന്ന ഉത്തരം ടീച്ചറാകാനാണ് ആഗ്രഹം എന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ അവരാദ്യം കണ്ടിട്ടുള്ള ടീച്ചർ അവരുടെ സ്വന്തം അമ്മ തന്നെയാണ്. അതിനുശേഷമാണ് അവർ സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർമാരെ അമ്മയുടെ രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യം ഇതാണ്, തീരെ ചെറുപ്രായത്തിൽ ഒരു പക്ഷേ അവരറിഞ്ഞോ അറിയാതെയോ ഉപേക്ഷിച്ച അധ്യാപനം എന്ന തൊഴിൽ, ഒരു പക്ഷേ ആ ഒരു സ്വപ്നം, വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ആ ഒരു സ്വപ്നത്തെ വീണ്ടെടുക്കാനാണ് ഇന്ന് എൻട്രി അവരുടെ കൂടെ നിൽക്കുന്നത്, അല്ലേ? കേവലം വീട്ടമ്മമാരെ നിസ്സാരക്കാരായി കാണുകയല്ല, എന്നാലും വീട്ടമ്മമാർ മാത്രമാകേണ്ടി പോകേണ്ടിയിരുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് അധ്യാപന വൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കേവല അധ്യാപകർ മാത്രമല്ല, അവർ സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങുന്നു. എൻട്രിയിൽ തന്നെ പഠിച്ച് പാസ്സായ മോണ്ടിസോറി കോഴ്സ് പഠിച്ച് പാസ്സായ മറ്റു ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളെ അവരുടെ സ്കൂളിൽ ടീച്ചർമാരായിട്ട് നിയോഗിക്കുന്നു. അങ്ങനെ അവർ കേവലം ജോലിക്കാരാകുക മാത്രമല്ല ചെയ്യുന്നത്, ഉദ്യോഗദാതാക്കളായി തീരുകയും കൂടി ചെയ്യുന്നു. അങ്ങനെ അധ്യാപനം മനസ്സിൽ കെടാതെ സൂക്ഷിച്ച ഒരു തരി വെളിച്ചം അവരിന്ന് ഒരു വലിയ സ്കൂളിനോ ഒരു വലിയ ജനതയ്ക്കോ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, എൻട്രിയിലെ മെന്റർമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, എൻട്രിയിലെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് ഒരു പക്ഷേ കേരള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് നാളെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, കുട്ടികൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് നമ്മളെ വിളിക്കുമല്ലോ, അതിൽ അവർ പറയണ ഒരു ബാച്ചിൽ ഒരു 2 കുട്ടിയെങ്കിലും മിനിമം പറയാറുണ്ട്, മിസ്സേ എൻ്റെ മോളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. അവിടെ ആ ക്ലാസ്സിൽ വെച്ച് അമ്മേന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്നെ എൻ്റെ മോള് മിസ്സേന്ന് വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അനുഭവിച്ചറിയുക, അത് മാത്രമേ ഞങ്ങൾക്ക് ടീം എൻട്രിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തമിഴ്നാട് വർക്ക്ഷോപ്പിൽ, നമ്മുടെ ഫസ്റ്റ് തമിഴ്നാട് വർക്ക്ഷോപ്പിൽ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ഒരു 55-60 വയസ്സുണ്ടാവും. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു. അവരുടെ മൂത്ത മകൾ അവിടെ തമിഴ്നാട് തന്നെ ഒരു കോളേജ് പ്രൊഫസറാണ്. അതേപോലെ തന്നെ ഒരു ഇളയ മകൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ 55 വയസ്സായില്ലേ, ഈ 55ാമത്തെ വയസ്സിൽ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്നത് ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന വളരെ വിശ്രമ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ 55ാമത്തെ വയസ്സിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അവരോട് സംസാരിക്കേണ്ടായി.
അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു. മൂത്ത മകൾ ഇതുപോലെ തന്നെ കോളേജ് പ്രൊഫസറാണ്, ഇളയ മകൾ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതം ഒരു ശൂന്യതയാണ്. കാരണം എൻ്റെ മക്കളെ ഞാൻ നന്നായി വളർത്തി, എൻ്റെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ നേടണം സാറേ, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലുമൊക്കെ ആവണം, എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളത് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 55-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു മലയോര പ്രദേശത്താണ് താമസിക്കുന്നത്, ഇടുക്കിയുടെയും ഒക്കെ ആ ഒരു തമിഴ് ബോർഡറിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരിനോട് പറഞ്ഞു, ആ ഒരു മലയോര പ്രദേശത്ത് ഒരുപാട് കുട്ടികളുണ്ട്, ആ കുട്ടികളൊക്കെ പല ആളുകളും അവർക്ക് പോവാൻ വളരെ അടുത്തൊന്നും ഒരു പ്രീ പ്രൈമറി സ്കൂളില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്ക് ചില ആൾക്കാരൊക്കെ പോകും, ചില ആൾക്കാരൊക്കെ അവർ ചെറുപ്പത്തിൽ തന്നെ തേയിലയുമായി ബന്ധപ്പെട്ടുള്ള ജോലിയൊക്കെ ചെയ്യാൻ പോകും. എനിക്ക് അവരൊക്കെ വിളിച്ചിരുത്തി വീട്ടിലടുത്തൊരു സ്വന്തമായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അവർക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊന്നും കിട്ടാത്ത കാര്യങ്ങൾ അവർക്ക് കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങണം, പ്രീ പ്രൈമറി സ്കൂൾ തുടങ്ങണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ് യൂട്യൂബ് ചാനൽ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എനിക്കതിന്ന് മനസ്സിലാകുന്നത്, ഈ കോഴ്സ് പല ആളുകൾക്കും ഒരു ഇൻസ്പിറേഷനാണ്. പലതും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുള്ള ഒരു കോഴ്സാണ് യഥാർത്ഥത്തിൽ എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയും. നമ്മുടെ മെൻറ്റേഴ്സ് അത്രമാത്രം അവരുടെ കൂടെ നിൽക്കുന്ന മെൻറ്റേഴ്സാണ്. കാരണം പല ആളുകളും പലതരത്തിലുള്ള വെല്ലുവിളികൾ, ക്രൈസിസൊക്കെ അനുഭവിച്ച്, പ്രതിസന്ധികൾ അനുഭവിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അനിഷാമിസൊക്കെ പറയും, രാത്രി വിളിച്ചിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യൂസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവർ വിളിക്കുകയും അവരുടെ കഷ്ടപ്പാടുകളും അവരനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മെൻറ്റേഴ്സിനോട് പറയുന്നത്. അപ്പോൾ നമ്മളെ മെൻറ്റേഴ്സ് അവർക്ക് കൊടുക്കുന്നൊരു ഊർജ്ജമുണ്ട്, അവരോട് നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ ഇത്രയും എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അധ്യാപിക ആവുക എന്ന് പറയുന്ന ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന് നമ്മുടെ മെൻറ്റേഴ്സ് കൊടുക്കുന്ന ആ ഒരു ഊർജ്ജം, അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയൊരു റിസൾട്ടിലേക്ക്, ഈ ഒരു ഇത്രയും അധികം പ്ലേസ്മെൻറ്റിലേക്ക് മറ്റു പല സ്ഥാപനങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഈ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു നമ്പറിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ക്വാളിറ്റിയോടൊപ്പം തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് കൊടുക്കുന്ന വലിയൊരു മോട്ടിവേഷൻ, അവരുടെ കൂടെ നിൽക്കുന്ന ഇത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ പോലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സേ ഞാൻ എക്സാം എഴുതുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലാണ്, അപ്പോൾ അവർക്കിപ്പോൾ വൈവ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ എന്തായാലും എഴുതുന്നില്ല മിസ്സേ, ഞാൻ ക്വിറ്റ് ചെയ്യണേണ്, എനിക്ക് പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ, വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അമ്മയുടെ അടുത്ത് നിൽക്കാനായിട്ട് ഈ കുട്ടി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു തരത്തിലും എനിക്ക് മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ക്വിറ്റ് ചെയ്യണേണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോൾ ഒരേ ഒരു കാര്യം ആ കുട്ടി പറഞ്ഞോളൂ, മിസ്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിൻ്റെ ഒരു പിന്തുണ കൊണ്ട് ഞാൻ എക്സാം എഴുതും മിസ്സേ, മിസ്സിന് വേണ്ടി എഴുതും, കാരണം ഇത്രയും എഫോർട്ട് ഇട്ട് മിസ് എൻ്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് എഴുതാതിരിക്കുക, ഞാൻ എങ്ങനെയാണെങ്കിലും എക്സാം എഴുതും. അപ്പോൾ നമ്മളുടെ വാക്കുകൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അത് ചെറുതല്ല. ഒത്തിരി കുട്ടികൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്, പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഫാമിലി ഇഷ്യൂസ് ആവാം, ചില കുട്ടികൾക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോലും സപ്പോർട്ട് കിട്ടാത്ത, ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് പോലും കോഴ്സ് പഠിക്കാനായിട്ട് ഒരു പിന്തുണ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഒരു സമാധാനം, അല്ലെങ്കിൽ 2 വാക്കായിരിക്കാം, അത് അവർക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് പലപ്പോഴും അവർ വിളിച്ച് അല്ലെങ്കിൽ കാണുമ്പോൾ മിസ്സ് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഈ കോൺവൊക്കേഷനിൽ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ കോൺവൊക്കേഷനിൽ വരും. അപ്പോൾ വരുന്ന ആളുകൾ, പല ആളുകൾ കരഞ്ഞിട്ടാണ് സംസാരിക്കുക. അപ്പം അവർ പറയുന്നത് ഇതിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, പല ആളുകളും ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഓഫ്ലൈൻ മെറ്റീരിയൽ വർക്ക്ഷോപ്പ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് കാണുന്നത്. പക്ഷെ അവർ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്, അവരുടെ ബാച്ചിലെ കുട്ടികൾ തമ്മിൽ വലിയ സൗഹൃദം, അതേപോലെ തന്നെ മെൻറ്റേഴ്സുമായിട്ട് അവർക്ക് വലിയ സൗഹൃദം. അപ്പം എന്നോട് ഈ പറയുന്ന കോൺവൊക്കേഷന് വന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു സംഗതി, ഓഫ്ലൈൻ സ്ഥാപനങ്ങളിൽ പോലും ഇത്രയും കണ്ണ് നിറഞ്ഞ്, അതിൻ്റെ കോൺവൊക്കേഷനിൽ പോലും ഇത്രയും കണ്ണ് നിറഞ്ഞ് ആരും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന മെൻറ്റേഴ്സിൽ ഇത്രയും അധികം ഗിഫ്റ്റുകൾ
കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പലതരത്തിലുള്ള ഒരുപാട് ഗിഫ്റ്റുകളായിട്ടായിരിക്കും കോൺവൊക്കേഷന് മെൻറ്റേഴ്സിന് അവരുടെ പ്രിയപ്പെട്ട മെൻറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വരിക. അപ്പം എന്നോട് പറയും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്നേഹം ഈ വിദ്യാർത്ഥികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇവർക്ക് കൊടുക്കുന്നത്, എന്താണ് ഈ മെൻറ്റേഴ്സ് വരെ ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിഞ്ഞ നമ്മുടെ രാജഗിരിയിൽ നടന്നിട്ടുള്ള കോൺവൊക്കേഷന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു JNU ഒരു റിസർച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസർച്ചറിലൊരു ഗവേഷകനാണ്, അവിടുത്തെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് തോന്നുന്നു, ഇത് ഗവേഷണം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്, തീസിസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ ഈ കോൺവൊക്കേഷൻ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആളിനോട് പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, എന്താണ് നിങ്ങൾ ഈ കോഴ്സിൽ കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ കരയുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എഡ്ടെക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത എഡ്ടെക് സ്ഥാപനങ്ങളെ, പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു സംഗതി, എന്താണ് ഒരു എഡ്ടെക്കിനും ഇങ്ങനത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഈ പറയുന്ന ഈ ഒരു കണക്ഷൻ, ഈ ഒരു ബോണ്ടിങ് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഈ കോഴ്സ് നിങ്ങൾ കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും പരിപാടിയാണോ ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ നമ്മുടെ മെൻറ്ററും അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റിയും ഒക്കെ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് ഈ ഒരു കോഴ്സിനെ ഇത്രയധികം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത് ഈ കുട്ടികളോട് സംസാരിച്ചിട്ടാണ്. എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾ അയച്ചിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് മക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങും. പിള്ളേർ തന്നെ പറയും, മിസ്സിൻ്റെ ആ മക്കളെ വിളി കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഉഷാറില്ല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഈ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഞങ്ങളുടെ ഒരു ദിവസത്തെ തുടക്കവും അവസാനവും ഈ പറയുന്ന പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. വീട്ടിലെ ഒരു അംഗമായിട്ടാണ് അവര് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരെ നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരമാണ് കൺവൊക്കേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അവര് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ചില സമയത്ത് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ട് കുട്ടികൾ വിളിക്കും കേട്ടോ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല, മിസ്സിനോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സമ്മാനം കിട്ടുന്ന പോലെയാണ്. അപ്പം അതൊന്നും നമുക്ക് ഒരു തരത്തിലും വേറൊരു ജോലി ചെയ്താൽ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന മോണ്ടിസറി ടീച്ചർ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ്. വലുതാകും തോറും കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു മൂല്യമായിട്ടുള്ള സ്നേഹം എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അപ്പം അത് അനുഭവിക്കുക, കൂടെ തന്നെ ജോലി ചെയ്യുക, അച്ചീവ് ചെയ്യുക, സമ്പാദിക്കുക, എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. സാറേ, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ്ലി ഓൺലൈനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പേർക്കെങ്കിലും ഒരു വ്യക്തത കുറവുണ്ട്. എങ്ങനെയാണ് ഓൺലൈനായിട്ട് പഠിക്കുക? കാരണം മോണ്ടിസറി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠനമാണ്. അപ്പോൾ ഈ മോണ്ടിസറി അപ്പാരറ്റസ് വെച്ചിട്ട് എങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ? നമ്മുടെ കോഴ്സിൽ യഥാർത്ഥത്തിൽ ഓൺലൈനായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ വീക്കെൻഡ് ലൈവ് സെഷൻസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സാംസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓഫ്ലൈനായിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ വർക്ക്ഷോപ്പുകൾ നമ്മുടെ അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട്, മോണ്ടിസോറി അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഓഫ്ലൈനായിട്ട് അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലാബിൽ വെച്ചുകൊണ്ട്, ഇപ്പോൾ ഗൾഫിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് നമുക്ക്, അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഓഫ്ലൈനായിട്ട് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. മെറ്റീരിയൽസ് വർക്ക്ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലൊന്നും വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് സെഷൻസ്, മെറ്റീരിയൽ ലൈവ് സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പല ആളുകളും ആശ്ചര്യപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും അധികം പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയധികം പ്ലേസ്മെൻറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഓൺലൈനായി പഠിച്ചിട്ട് വല്ല യൂസും ഉണ്ടോ എന്ന് പല ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്കുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത്, നമ്മുടെ ഒരു കോഴ്സ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരേ സമയം തന്നെ ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് വ്യത്യസ്ത വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്, അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നമ്പറിലേക്ക് ഇത്രയും അധികം പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ആഡ് ഓൺ കോഴ്സസ് അവരുടെ പ്ലേസ്മെൻറ്റിലേക്ക് അവരെത്തിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ പ്ലേസ്ഡ് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നിരവധിയായിട്ടുള്ള ആഡ് ഓൺ കോഴ്സസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ സുവിന മിസ്സേ? നമ്മൾ മോണ്ടിസറിയുടെ കൂടെ തന്നെ കുട്ടികൾക്ക് ഒരു 3-4 ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണെന്ന് പറയാൻ സാധിക്കും. AI സൂപ്പർ ടീച്ചർ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്,
ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറായിട്ട് മാത്രമല്ല നമ്മുടെ വീട്ടിലെ കുട്ടികളെ പോലും മാനേജ് ചെയ്യാം. നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള പഠന വൈകല്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അതെങ്ങനെ അവർക്ക് പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഏത് തെറാപ്പിയിലൂടെ അത് കറക്റ്റ് ചെയ്ത് അവരുടെ കരിയർ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്ന സിലബസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അപ്പോൾ പല കുട്ടികൾക്കാണെങ്കിലും കരിയർ ഗ്യാപ്പിനൊക്കെ ശേഷം ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടി അവർക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. നിങ്ങൾ മോണ്ടിസോറി കോഴ്സിന് മാത്രം ഫീസ് അടച്ചാൽ മതി, പിന്നാലെ ഈ ഓഫറുകൾ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കതിന് മുതൽക്കൂട്ടായിട്ട് ഇതുപോലെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ തികച്ചും ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് മാത്രമല്ല പഠിക്കുന്നത്, ഇത്തരത്തിലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ കരിയറിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാറേ, നമ്മുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണോ, എബ്രോഡ് ജോലി കിട്ടുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നമുക്ക് 3 ടൈപ്പ് സർട്ടിഫിക്കേഷനാണുള്ളത്. ഒന്ന് UK സർട്ടിഫിക്കേഷൻ, USA സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ സീഡ് ഇൻ്റർനാഷണലിൻ്റെ സർട്ടിഫിക്കേഷൻ. ലോകത്ത് എവിടെയും നമുക്ക് അറ്റസ്റ്റേഷൻ, ഈ 3 സർട്ടിഫിക്കറ്റുകൾക്കും ലോകത്ത് എവിടെയും അറ്റസ്റ്റേഷൻ കിട്ടും. അതുപോലെ തന്നെ MFOയുടെ അറ്റസ്റ്റേഷൻ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ നമ്മുടെ തന്നെ കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻ്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് വാലിഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് എവിടെയും ജോലി ചെയ്യാൻ പറ്റും തീർച്ചയായും. എൻട്രി മോണ്ടിസോറിയിൽ ഇതുവരെ അധ്യാപകരാകാൻ ചേർന്നിട്ടില്ലാത്ത വീട്ടമ്മമാരോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. രവീന്ദ്രനാഥ ടാഗോറിനെ നമുക്ക് ഏവർക്കും അറിയാം. ഗീതാഞ്ജലിയും അപരാജിതവും ഒക്കെ എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തിലേക്കെന്നല്ല ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് തന്നെ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ഗീതാഞ്ജലി എന്ന കവിതയിലൂടെ. നമുക്കധികമാർക്കും അറിയാത്തൊരു വലിയ കാര്യം, 60ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ചിത്രം വരച്ചത് എന്നുള്ളതാണ്. കവിയായ രവീന്ദ്രനാഥ ടാഗോറിനെ എല്ലാവർക്കും അറിയാമെങ്കിലും അവസാന കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ സാംസ്കാര വേദിയിൽ തെളിഞ്ഞു നിന്നത് അദ്ദേഹം വരച്ച ചിത്രങ്ങളിലൂടെയാണ്. പറയാൻ ആഗ്രഹിച്ചത് ഇത്രമാത്രം: സ്വപ്നത്തിന് പ്രായപരിധിയില്ല. നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കണ്ടതെങ്കിൽ ഇനിയും നിങ്ങൾ വൈകിയിട്ടില്ല. ഈ വേളയിലും നിങ്ങൾക്ക് ഒരു അധ്യാപികയാകാം. അതിനായി എത്രയും പെട്ടെന്ന് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു ക്ലിക്ക് മാത്രം അകലം.